മക്കളെ, അപ്പോൾ നമ്മുടെ +2 അക്കൗണ്ടൻസി എക്സാം ഇങ്ങോട്ട് അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ? എല്ലാവരും അതിൻ്റെ ഒരു ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ പാർട്ട് ബി ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു ഐഡിയയും ഇല്ലാത്ത മക്കളൊക്കെ ഉണ്ടായിരിക്കും. സോ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിലൂടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഫുൾ ഇരുന്ന് കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും എന്തായിരിക്കാം അതിന് ആൻസർ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി നോക്കാം. ഓക്കെ, റെഡി ആണല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോഡ് 2012299 ഫോർ സോപ്പ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കോഡ്. അപ്പോൾ നമ്മുടെ കോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് ഇവിടെ എന്താ പറയേണ്ടത്, ഈ ഒരു റേഞ്ച് വരെയുള്ള നമ്പർ സോപ്പാണ്. ആ ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ് വന്നിട്ടുള്ളത്. ആ കോഡിന് നമ്മൾ എന്താ പറയുക, ഈ ഒരു ടൈപ്പ് ഓഫ് കോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സീക്വൻഷ്യൽ കോഡാണോ, നിമോണിക് കോഡാണോ, ന്യൂമറിക് കോഡാണോ, ബ്ലോക്ക് കോഡാണോ? ഏതാണ് വരുന്നത്? യെസ്, ബ്ലോക്ക് കോഡാണ് അല്ലേ. അതായത് ബ്ലോക്ക് കോഡ് എന്ന് പറയുമ്പോൾ ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, കോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, റെഡി ആണല്ലോ. ഇനി സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യുന്നു അല്ലേ. 1 2 3 അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ കോഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ന്യൂമോണിക് കോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ക്യാഷ് ബുക്കിൽ നമ്മൾ CB, പർച്ചേസ് ജേർണലിലെ PJ, അങ്ങനെ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ന്യൂമോണിക് കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരെന്താ, ബ്ലോക്ക് കോഡ്സ് എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The function which count the number of cells of any value. അതായത് നമ്മൾ ഒരു റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തു, അതിനകത്ത് ഏത് വാല്യൂ ഉള്ള എത്ര നമ്പർ ഓഫ് സെൽസ് ഉണ്ട്, ഏത് വാല്യൂ ആയിക്കോട്ടെ, അതായത് വാല്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ അത് കൗണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ഫംഗ്ഷൻ എന്നാ പറയുക, കൗണ്ട് എ ഫംഗ്ഷൻ ആണോ, കൗണ്ട് ഫംഗ്ഷൻ ആണോ, കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ആണോ, കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ ആണോ എന്നാണ് വരുന്നത്? യെസ്, കൗണ്ട് എ ഫംഗ്ഷൻ ആണ് അല്ലേ. കൗണ്ട് എ ഫംഗ്ഷൻ ആണ്. കൗണ്ട് എ എന്ന് പറയുമ്പോൾ കൗണ്ട് ഓൾ ആണ്. അതായത് ആ ഒരു സെല്ലിനകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ, എന്തെങ്കിലും അതിനകത്ത് ഉണ്ടായാൽ മതി, കൗണ്ട് എ ഫംഗ്ഷൻ എന്ത് ചെയ്യും, അതിനെ കൗണ്ട് ചെയ്തോളും. ഓക്കെ, ഇനി കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വാല്യൂസ് മാത്രം കൗണ്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അതിന്റെ ബേസിസിലുള്ള ഒരു കൗണ്ട് ഫംഗ്ഷൻ ആണ് കൗണ്ട് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയാം. ആൻഡ് ദെൻ കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് സെൽസിനകത്ത് എത്ര ബ്ലാങ്ക് സെൽസ് ഉണ്ട് എന്നുള്ള കാര്യമായിരിക്കും നമുക്ക് റിട്ടേൺ തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ കൗണ്ട് എ, കൗണ്ട് ഇഫ്, കൗണ്ട് ബ്ലാങ്ക്, ഈ ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ്? യെസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. റെഡി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. CLT കോഴിക്കോട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. സീക്വൻഷ്യൽ കോഡ്സ്, ബ്ലോക്ക് കോഡ്, നിമോണിക് കോഡ്, നൺ ഓഫ് ദിസ്. എന്താണ് CLT എന്ന് പറയുമ്പോൾ എന്താണ്, കാലിക്കട്ടിന്റെ ഷോർട്ട് ഫോമാണ് അല്ലേ. അപ്പോൾ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? യെസ്, നിമോണിക് കോഡ്സ് ആണ് അല്ലേ, നിമോണിക് കോഡ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ദാറ്റ് റിട്ടേൺ ദ കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം ഇസ് ഡാഷ്. അതായത് നമുക്ക് കറണ്ട് സിസ്റ്റം ഡേറ്റും ടൈമും തരുന്നു. ആ ഒരു ഫംഗ്ഷൻ ഏതാണ്? യെസ്, നൗ ഫംഗ്ഷൻ ആണ് അല്ലേ. നൗ ഫംഗ്ഷൻ ആണ്. ഇവിടെ നമുക്ക് ഡേറ്റും ടൈമും ഉണ്ടായിരിക്കും. ടുഡേ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇന്നത്തെ കറണ്ട് സിസ്റ്റം ഡേറ്റ് അല്ലെ, കറണ്ട് സിസ്റ്റം ഡേറ്റ് മാത്രമാണ് ടുഡേ ഫംഗ്ഷനിൽ ഉണ്ടാകാം. രണ്ടും ഉണ്ട്, ഡേറ്റും ഉണ്ട് ടൈമും ഉണ്ടെങ്കിൽ അതാണ് നൗ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ എന്താ ഡേ ഫംഗ്ഷൻ ആൻഡ് മന്ത് ഫംഗ്ഷൻ എന്ന് പറയാം. നമ്മൾ സാധാരണ ഒരു ഡേറ്റ് എങ്ങനെ എഴുതാം? ഫോർ എക്സാമ്പിൾ 28 ആണെങ്കിൽ 28 ഫെബ്രുവരി 2025 ഇങ്ങനെയല്ല എഴുതുന്നത്. സോ ഡേ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഡേറ്റിനകത്ത് ഏതാണ് ഡേ എന്നുള്ളതായിരിക്കും റിട്ടേൺ തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, 28 എന്ന് പറയുന്ന റിസൾട്ടാണ് തരുന്നത്. ആൻഡ് ദെൻ മന്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ഡേറ്റിനകത്ത് മന്തിൻ്റെ സീരിയൽ നമ്പറിൽ അതായത് 02 ആയിരിക്കും നമുക്ക് റിസൾട്ട് തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ടുഡേ ഫംഗ്ഷനും നൗ ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടുഡേ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് സിസ്റ്റം ഡേറ്റ് ആണ് നമുക്ക് റിസൾട്ട് തരുന്നത്. നൗ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്നത്തെ ഡേറ്റും അല്ലെ, കറണ്ട് സിസ്റ്റം ഡേറ്റും അതുപോലെ തന്നെ ടൈമും നമുക്ക് റിസൾട്ടായിട്ട് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രീ ഡിഫൈൻഡ് ഫോർമുല ഇൻ സ്പ്രെഡ്ഷീറ്റ് ആർ കോൾഡ്. സ്പ്രെഡ്ഷീറ്റിനകത്തുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുലാസിനെ നമ്മൾ എന്താ പറയുക? യെസ്, ഫങ്ഷൻസ് അല്ലെ, ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെറ്റ് പേ ഈക്വൽ ടു ഡാഷ്. എന്താ നെറ്റ് പേ എന്ന് പറയാ? അതായത് എംപ്ലോയീസിന് എല്ലാ ഡിഡക്ഷനൊക്കെ പിടിച്ചതിന് ശേഷം എന്താണ് അവർക്ക് ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടുന്നത്? അതാണ് നെറ്റ് പേ അല്ലേ? സോ എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, അതായത് അവർക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ ഏർണിങ്സിന്റെ ഭാഗമാണ് അല്ലേ? ഈ ഏർണിങ്സിൽ നിന്ന് ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോസ് പേ ആണ്. ഗ്രോസ് പേയിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവമാണ് എന്ത്? നെറ്റ് പേ. ഓക്കെ, ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ ആണ് എന്ത്? നെറ്റ് പേ. ഇനി എന്താ ഗ്രോസ് പേ എന്ന് പറയുന്നത്? ഗ്രോസ് പേ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഫ് ഏർണിങ്സ് ആണ്. എംപ്ലോയീസിന് ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണോ കിട്ടുന്നത് അതാണ് എന്ത്? ഗ്രോസ് പേയുടെ കമ്പോണൻ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. എന്തൊക്കെയാ? നമുക്ക് ബേസിക് പേ ഉണ്ടായിരിക്കും, ഡിയർനെസ് അലവൻസ്, അങ്ങനെ എന്തൊക്കെയാണോ അലവൻസസ് വരുന്നത് അതൊക്കെ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് പേ. ഈ ഗ്രോസ് പേയിൽ നിന്നും ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുക. ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഇപ്പോൾ PF ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് എംപ്ലോയി എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ്, അതുപോലെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അല്ലെ, TDS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിഡക്ഷൻ്റെ പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നെറ്റ് പേ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ യൂസ്ഡ് ഫോർ EMI കാൽക്കുലേഷൻ വൈൽ പ്രിപ്പയറിംഗ് എ ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂൾ ഇൻ LibreOffice കാൽക്ക്. ഓക്കെ, EMI എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? യെസ്, PMT ഫംഗ്ഷൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, PMT ഫംഗ്ഷൻ ആണ്. ആൻഡ് ദെൻ FV, PV, NPV എന്നൊക്കെ പറയുന്നത് എന്താ? മറ്റ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ആണ് അല്ലേ? FV എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ വാല്യൂ ആണ്, ആൻഡ് ദെൻ PV എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റ് വാല്യൂ ആണ്. ആൻഡ് ദെൻ NPV എന്ന് പറയുമ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മാക്സിമം കണ്ടന്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മിസ് അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. Which among the following financial function is used for calculating the straight line method of depreciation? Straight line method of depreciation find out ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഏതാണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഏത് ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? യെസ്, SLN ഫംഗ്ഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ SLN ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം ഡിപ്രിസിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രിസിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് SLN ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ DB ഫംഗ്ഷൻ ആണ് എന്തിനുള്ളത്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രിസിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് പേറോൾ സ്റ്റേറ്റ്മെന്റ്? പേറോൾ സ്റ്റേറ്റ്മെന്റിന്റെ കമ്പോണന്റ് അല്ലാത്തത് DA, DB, HRA, PF ഏതാണ് വരിക? DB ആണ് അല്ലേ? DB എന്ന് പറയുന്നത് പേറോൾ സ്റ്റേറ്റ്മെന്റിന്റെ കമ്പോണന്റ് അല്ല. DA, HRA, PF അതൊക്കെ എന്താണ്? DA, HRA എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏർണിങ്സിന്റെ ഭാഗമാണ്. PF എന്ന് പറയുന്നത് ഡിഡക്ഷന്റെ പാർട്ടുമാണ്. ഓക്കെ, അടുത്തത് എന്താ? ഫൈൻഡ് ദ ഓഡ് വൺ. ഇതിനകത്ത് ഓഡ് വൺ ഏതാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. HRA ഉണ്ട്, CCA, PF, DA. HRA എന്ന് പറയുന്നത് ഹൗസ് റെന്റ് അലവൻസ് ആണ്. CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ്. PF എന്ന് പറയുന്നത് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. DA എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് ആണ്. അപ്പം ഇതിനകത്തുള്ള ഓഡ് വൺ എന്ന് പറയുന്നത് എന്താ? PF ആണ് അല്ലേ? PF എന്ന് പറയുന്നത് ഡിഡക്ഷന്റെ പാർട്ട് ആണെങ്കിൽ HRA, CCA, DA എന്നൊക്കെ പറയുന്നത് നമ്മുടെ എന്താണ്? ഏർണിങ്സിന്റെ പാർട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ചാർട്ട് ടൈപ്പ് ദാറ്റ് ഡിസ്പ്ലേ ഡാറ്റ ഇൻ റിംഗ്സ്. ഓക്കെ, അപ്പോൾ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിംഗ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ചാർട്ടിനെ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഡോണറ്റ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ? യെസ്, എന്നാണ് ഡോണറ്റ് ചാർട്ട് എന്നാണ് പറയുന്നത്. അടുത്തത് ദ വൗച്ചർ യൂസ്ഡ് ഫോർ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഇൻ ജീനു കാത്ത. സോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചർ ഏതാണ്? ഏത് വൗച്ചർ ടൈപ്പ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് വൗച്ചർ ടൈപ്പാ? യെസ്, നമുക്കറിയാം ജേർണൽ വൗച്ചർ ആണ് അല്ലേ? ജേർണൽ വൗച്ചർ ആണ്. ഇതിനകത്ത് റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാഷ് ആൻഡ് ബാങ്ക് റെസിപ്റ്റ് ആണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ജേർണൽ വൗച്ചറിനകത്ത് നമ്മുടെ ജേർണൽ പ്രോപ്പർലി റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, റെക്ടിഫിക്കേഷൻ എൻട്രീസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഫിക്സഡ് അസറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേർണൽ വൗച്ചറിലാണ്. ദെൻ പർച്ചേസ് വൗച്ചറിൽ നമ്മൾ എന്താ ചെയ്യുക? പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽസ് അല്ലേ? പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചറാണ് പർച്ചേസസ് വൗച്ചർ. പേയ്മെന്റ് അല്ലെ? ക്യാഷ് ആൻഡ് ബാങ്ക് പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചറാണ്. സോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ജേർണൽ വൗച്ചർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഐഡന്റിഫൈ ദ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. Peachtree, Tally, DAC-easy, GenuKata. എന്താ GenuKata അല്ലെ? GenuKata എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. Peachtree, Tally, DAC-easy എന്നൊക്കെ പറയുന്നത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ആൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ദ ലെഡ്ജർ ക്യാഷ് കംസ് അണ്ടർ ഗ്രൂപ്പ്. അതായത് ക്യാഷ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിനകത്താണ് വരിക?
ഏത് ഗ്രൂപ്പിനകത്താ? ഇൻവെസ്റ്റ്മെന്റ് ആണോ, കറണ്ട് അസറ്റ്സ് ആണോ, ഫിക്സഡ് അസറ്റ്സ് ആണോ, ക്യാപിറ്റൽ ആണോ? അപ്പോൾ എന്താ ഇതിൻ്റെ ആൻസർ മിസ് പറയുന്നില്ല. ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.